വെൽക്കം ബാക്ക്. സിനിമ വാർത്താ മലയാളം. സമ്മർ റിലീസായി മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. ആദ്യത്തേത് ഷാജി പാപ്പൻ്റെയും പിള്ളേരുടെയും മൂന്നാം വരവാണ് ആട് 3. മാർച്ച് 19-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ്. ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഷാജി പാപ്പൻ എന്ന ക്യാരക്ടർ വീണ്ടും എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടെയാണ് ആരാധകരും പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ സമ്മാനിക്കാൻ കഴിയുന്ന ചിത്രം കൂടിയാണ് ആട് 3. രണ്ടാമത്തെ ചിത്രം നിവിൻ പോളിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമാണ്. ചിത്രം മാർച്ച് 26-ന് റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത്. ചിത്രത്തിന് ഇതുവരെയും പേര് നൽകിയിട്ടില്ല. മൂന്നാമത്തെ ചിത്രം ജോർജ് കുട്ടിയുടെ മൂന്നാം വരവാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം. ചിത്രം ഏപ്രിൽ 2-നാണ് റിലീസ് ചെയ്യുന്നത്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ സമ്മാനിക്കും. നാലാമത്തെ ചിത്രം വാഴ 2 ആണ്. വാഴ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം. ആഷിർ, അലൻ, സിറാജ് എന്നിവരെല്ലാം പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഏപ്രിൽ 2-നാണ് റിലീസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചിത്രം ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന പള്ളിച്ചട്ടമ്പി എന്ന ചിത്രമാണ്. ചിത്രം ഏപ്രിൽ 9-ന് റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ചിത്രം മമ്മൂക്ക ലാലേട്ടൻ കോംബോയിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന ചിത്രമാണ്. ചിത്രം ഏപ്രിൽ 23-നാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിൽ ഒരു വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയോട്ട്. അടുത്ത ചിത്രം ആൻ്റണി വർഗീസിനെ നായകനാക്കി പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന ചിത്രമാണ്. ചിത്രം മെയ് 14-നാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രം വമ്പൻ ഒരു ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. അടുത്ത ചിത്രം ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ മുഖ്യ കഥാപാത്രമാക്കി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന അതിരടി എന്ന ചിത്രമാണ്. ചിത്രം മെയ് 14-നാണ് റിലീസ് ചെയ്യുന്നത്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എൻ്റർടൈനർ ചിത്രം കൂടിയാണ് ഇത്. അടുത്ത ചിത്രം നസ്രിനെ നായകനാക്കി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ് ആണ്. ചിത്രം മെയ് 15-നാണ് റിലീസ് ചെയ്യുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വലിയ പ്രതീക്ഷകളാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.